ഒരു വർഷം അവസാനിക്കുകയാണ്. ഈ മാസം കൂടി കഴിഞ്ഞ് പെട്ടെന്ന് എന്തിക്കും. ഇപ്പോൾ നമുക്ക് ജൂലൈ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് വർഷം അവസാനിക്കുക? മലയാള മാസത്തിലെ അവസാനത്തെ മാസം കർക്കിടകം. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. പഴമക്കാരാൽ ഒരുപാട് കേട്ട മാസങ്ങളിലെ വ്യത്യസ്തമായ ഒരു മാസം. എല്ലാ മലയാള മാസങ്ങളും ചിലപ്പോൾ നമുക്ക് എല്ലാം അറിയണമെന്നില്ല. പക്ഷേ നമ്മുടെ പഴമക്കാരൊക്കെ പങ്കുവെച്ചതിൽ ഓർമ്മകളിൽ നിൽക്കുന്നൊരു മാസമാണ് കർക്കിടകം. 3 കാര്യങ്ങളാണ്. പണ്ട് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ നിറവായി നിന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് കുറേ കൂടി ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളിലും സമ്പന്നതയുണ്ട്. സാമ്പത്തിക മേഖലകളിലല്ല കേട്ടോ, മറ്റു മേഖലകളിൽ. ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി വായിച്ചപ്പോൾ എനിക്ക് തോന്നി, നല്ല ശാന്തതയുടെ മാസമാണ്. മനസ്സും ശരീരമൊക്കെ പാകപ്പെടുത്താൻ വേണ്ടി ഒരുക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടകം. ശക്തമായ മഴ, പ്രതീക്ഷിക്കാത്ത മഴ, അതോട് ചേർന്ന് വരുന്ന തണുപ്പ്, അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ ജീവിച്ചപ്പോൾ അവർ ചേർത്ത് വെച്ച വലിയ കൃപയാണ്. ജീവിതത്തിൻ്റെ ശാന്തത കൈമുതലാക്കിയൊരു മാസമാണ് പണ്ടൊക്കെ ഈ കർക്കിടകം. ഒപ്പം തന്നെ ആയുർവേദത്തിൻ്റെ കൂട്ടുകളൊക്കെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറ്റി വെച്ച ആയുർവേദങ്ങളുടെ മാസമാണ് ഈ കർക്കിടകം. ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ മുതൽ വൈകിട്ട് വരെ ആത്മീയത തളം കെട്ടുന്ന പ്രാർത്ഥനകൾ കൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ മാസം ഈ കർക്കിടകം. ശക്തമായ മഴയുണ്ട്, കൃഷിയിടങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും പഴമക്കാർ സമ്മാനിച്ച ഈ 3 കൃപകൾ, അതിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ മലയാളി മനസ്സിനെ പ്രാർത്ഥനകൾ കൊണ്ട് ആത്മീയ നിറവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ജീവിതത്തിൻ്റെ മേഖലകളെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആയുർവേദ മരുന്നുകളുടെ കൂട്ടുകളോട് ചേർത്ത് വെച്ച് ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ശാന്തത പൊഴിയുന്ന അനുഗ്രഹത്തിൻ്റെ മലയാള മാസമാകട്ടെ ഈ കർക്കിടക മാസം. ദൈവം സമൃദ്ധമായി നമ്മളെ, നമ്മുടെ ആരോഗ്യ ആത്മീയ ശാന്തതയുടെ മേഖലകളെ അനുഗ്രഹിക്കട്ടെ.